എഫേസ്യ ലേഖനം 1 അധ്യായം 1-2 തിരുവചനങ്ങൾ. ക്രിസ്തുവിൻ്റെ അപ്പോസ്തോലൻ. 12 ശിഷ്യന്മാരിൽ ഒരുവനല്ലെങ്കിലും ക്രിസ്തുവിൻ്റെ അപ്പോസ്തോലനാണ് താൻ എന്ന പൗലോസ് അപ്പോസ്തോലൻ്റെ പ്രസ്താവന വഴി താൻ അവർക്ക് തുല്യനാണെന്നും അവരെപ്പോലെ ക്രിസ്തുവിനുള്ളവനും അവിടുത്തെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രവും ആ ദൗത്യനിർവഹണത്തിൽ അനുയോജ്യമായ അധികാരാവകാശങ്ങളോടുകൂടി അയക്കപ്പെട്ടവനാണെന്നും ശ്ലീഹ വ്യക്തമാക്കി. അപ്പോസ്തല പ്രവർത്തികൾ 9:15-16. തുടർന്നുള്ള ആമുഖത്തിൽ എഫേസോസിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുയേശുവിൽ വിശ്വാസികളുമായവർക്ക് എഴുതുന്നത് എന്നതിലൂടെ റോമർ, എഫേസ്യർ, കൊലോസ്യർ, ഫിലിപ്പിയർ എന്നീ പിൽക്കാല ലേഖനങ്ങളിലെ പോലെ ഇവിടെയും പൗലോസ് അപ്പോസ്തലൻ വിശുദ്ധരായ വിശ്വാസികളെയാണ് സംബോധന ചെയ്യുന്നത്. അതുപോലെ അപ്പോസ്തല പ്രവൃത്തികൾ 9:13-32 സഭാംഗങ്ങളെ വിശുദ്ധരെന്ന് വിളിച്ചിട്ടുള്ളതായി നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും എന്ന് പറഞ്ഞിരിക്കുന്ന അടുത്ത ഭാഗത്ത് ഇത് 2 ഉറവിടങ്ങളായിട്ടല്ല, മറിച്ച് ഒരേ ഉറവിടമായിട്ടാണ് ഇവർ രണ്ടുപേരും എന്നത് മൂലഭാഷയിൽ സ്പഷ്ടമാണ്. അതുപോലെ നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ എന്നത് ഗ്രീക്കുകാർ പരസ്പരം കാണുമ്പോൾ കൃപയുണ്ടാകട്ടെ എന്നും യഹൂദന്മാർ തമ്മിൽ കാണുമ്പോൾ സമാധാനവും ആശംസിക്കുന്നു. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ ഇവ രണ്ടും ഒരുമിച്ച് ഉപയോഗിച്ചിരിക്കുന്നു. കൃപ കൂടാതെ സമാധാനമില്ല എന്നോർക്കുക. ക്രിസ്തുവിൻ്റെ സന്ദേശത്തിൻ്റെ ദൗത്യനിർവഹണത്തിനായി വിളിക്കപ്പെട്ട സഭാംഗങ്ങളായ നാം ഏവരും ഈ അർത്ഥത്തിൽ അവിടുത്തെ അപ്പോസ്തലന്മാരാകുന്നു. അതുകൊണ്ട് വിളിച്ച വിളിക്ക് യോഗ്യരായി വിശുദ്ധിയെ തികച്ചുകൊണ്ട് കർത്താവിൽ നിന്നും ലഭിച്ച കൃപയുടെ അഭിഷേകവും ക്രിസ്തീയ സമാധാനത്തിൻ്റെ ആഢ്യത്വവും പകർന്നു നൽകുന്നവരും കർത്താവിന് വഴിയൊരുക്കിയ യോഹന്നാൻ സ്നാപകനെ പോലെ ക്രിസ്തുവിൻ്റെ 2ാം വരവിങ്കിലേക്ക് വിശ്വാസികളെ ഒരുക്കുന്ന അപ്പോസ്തലന്മാരായി ശോഭിക്കുവാനും യേശു നമ്മെ വിളിക്കുന്നു. ദൗത്യം ഏറ്റെടുക്കുക. ഈ ലോക പ്രവാസ ജീവിതം പ്രകാശിതപൂരിതമായി തീരട്ടെ. വെളിച്ചം പകരുന്നവരായി തീരട്ടെ. നാം ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.